ഇന്ന് എന്നെ കുറിച്ച് കളവ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇയാളൊരു ഫ്രോഡാണെന്നും രക്ഷപ്പെടേണ്ട എനക്കും വീടിന്ന് ഒരിക്കലും രക്ഷപ്പെടൂല. ഇയാൾ പറയുന്നത് കള്ളാണെന്നും കറക്റ്റ് പ്രോപ്പർ ലയറാണ് ഇയാളെന്നും. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അഖിൽ മാറാർ യു ആർ എ ലയർ, യു ആർ എ ലയർ. ഓക്കെ, നിങ്ങളോട് അറിയുന്നോളൊക്കെ പറഞ്ഞു തന്നത് അവനെ എങ്ങോട്ട് വിളിക്കേ കൂട്ടിരുന്ന് ചോദിക്കാം. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ടൊന്ന് നോക്കിയേ. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. നീ തീർന്നടാ, നീ തീർന്നു. ഹലോ മാരാറാ, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? അയ്യോ എന്റെ അമ്മേ. ഓക്കെ, കുഴപ്പമില്ല, വീഡിയോ കോൾ ചെയ്യണ്ട. എനിക്ക് തുള്ളൽ പനിയാ. കഴിഞ്ഞ പോലെ ഞാൻ മിന്റോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന്. ആ അറിവ് എന്താണെന്ന് പറയാൻ പറ്റും? ഈ നാട്ടുകാരോട് കൂടി ഒന്ന് പറ, അവരും ഞാനും ഒന്ന് അറിയട്ടെ. ജിൻഡോയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിച്ചത് അവന്മാരോട് പറഞ്ഞതിനെ കൊണ്ട് ജയിച്ചാന്ന് പറഞ്ഞു. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് എഴുതുന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അങ്ങനെ ഒരു കാശോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അയ്യോ അൽഷിമേസ് അൽഷിമേസ്. ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ആ പൈസ വാങ്ങി വിനു പറഞ്ഞു. ജിൻഡോണ്ട് ഞാനെന്താ ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതങ്ങനെ നിന്റെ തലയിലാവണം. പിന്നെ നീ കയറിയേക്കോ. ഞാൻ ആക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എനിക്ക് ആവശ്യമുള്ള എനിക്ക് ഭ്രാന്ത്. ആവശ്യമില്ലാത്ത കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നീ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? ഒന്നും നീ നോക്കേണ്ട കാര്യമില്ലല്ലോ. ബിഗ് ബോസ് കണ്ടിട്ടാണോ അരീക്ഷ നോട്ട് പിടിക്കുന്നത്? അത് അവരുടെ പൈസ പിടിച്ചിട്ടോ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? അത് പിന്നെ പറഞ്ഞു കൊടുക്കടാ. നിന്റെ തെളിവുണ്ടോടാ? നിന്റെ തെളിവുണ്ടോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എനിക്ക് ഭാരമൊക്കെ നടക്കല്ലേ. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അവസാനമായിട്ട് പറയാണ്, വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. നീ വാപ്പയെ വിളിച്ച് സംസാരിക്കുന്നത് എന്നെ വിളിച്ച് സംസാരിക്കാതെ. വാപ്പ നിന്റെ നന്ദിനാണ് ഞാൻ വിളിച്ചത്. നീ എന്നെ തന്നക്കം വിളിച്ചോടാ. എന്റെ കർത്താവെ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ. വാപ്പാക്കെല്ലാം പറയുന്നത് നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കിടന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പോളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സണലാക്കി കളഞ്ഞു. എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ എടാ നാറി, നിനക്ക് നാണമുണ്ടോ? തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടറാണല്ലോ നീ. എന്താ കുടിക്കണ്ട, ഇതിന് കാശ് വേണ്ട. വടി കൊടുത്ത് അടി വാങ്ങുന്നവർക്ക് ഒരു സോഡ ഫ്രീ ഉണ്ട്. അതായത് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു.